ഇന്ന് അതുവിന് 10 വയസ്സ് തികയുന്ന ദിവസമാണ്. ആദ്യമായിട്ടാണ് അവൻ്റെ ബർത്ത്ഡേ അച്ഛയും അമ്മയും ഇമ്മയും അവന് മാത്രമായിട്ട് ആഘോഷിക്കുന്നത്. എപ്പോഴും ആളും ബഹളവും കൂട്ടുകാരും ഒക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ബർത്ത്ഡേ ഈ പ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഫാമിലി മാത്രമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിൽ അവൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എൻ്റർടൈൻ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആരും തന്നെ കേക്കിൻ്റെ ഫാൻ അല്ലാത്തത് കൊണ്ട് കേക്ക് കട്ട് ചെയ്യേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷെ കേക്ക് കട്ട് ചെയ്യാതെ ബർത്ത്ഡേ ആഘോഷിക്കാൻ അനിയേട്ടന് വിഷമമായതുകൊണ്ട് അനിയേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന കേക്കാണ് ആയിരിക്കുന്നത്. കേക്കും കട്ട് ചെയ്ത് ഒരു ഡൈൻ ഔട്ടും കഴിഞ്ഞിട്ട് അവന് ഇഷ്ടമുള്ള സ്ഥലമായ ടൈം സോണിലേക്ക് നമ്മൾ പോയി. പെല്ലറാട്ടിലെ ഇൻഡോർ ആർക്കേഡ് ആൻഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സെൻ്ററാണ്. ഏകദേശം 65ഓളം ഗെയിമുകളുണ്ട് അവിടെ. എനിക്കും അനിയേട്ടനും ഒരുമിച്ച് ഓഫ് വരുന്ന ചൊവ്വാഴ്ചകളിലൊക്കെ ഞങ്ങളവിടെ പോവാറുണ്ട്. ഇന്നത്തെ അദ്വൈതിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണത്. എത്ര ടൈം വേണമെങ്കിലും എടുക്കാം, എത്ര ഗെയിം വേണമെങ്കിലും കളിക്കാം. ഇന്നൊരു ദിവസം ഫുള്ള് വേണമെങ്കിൽ അതിൻ്റെ അത് സ്പെൻഡ് ചെയ്യാം. 10 o'clock അത് അടയ്ക്കുന്നവരെ. എല്ലാ പ്രാവശ്യവും അവൻ്റെ ബർത്ത്ഡേക്ക് ഗസ്റ്റുകളെ കൂടി നമുക്ക് മാനേജ് ചെയ്യാനുള്ളതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവൻ്റെ ഇൻട്രസ്റ്റുകളിൽ കൂടെ ഇരിക്കാൻ നമുക്ക് പറ്റാറുണ്ടായിരുന്നില്ല ബർത്ത്ഡേയുടെ അന്ന്. പക്ഷേ ഈ ഒരു ദിവസം എനിക്ക് നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. കാരണം ഇന്ന് ഞാനും അനിയനും ഫുൾ ടൈം അവൻ്റെ കൂടെയാണ് അവൻ്റെ ഇൻട്രസ്റ്റുകളെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എൻ്റർടൈൻമെൻ്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ അവനോട് ചോദിച്ചൊരു കാര്യം ഇതാണ്: നിനക്ക് യൂഷ്വൽ ബർത്ത്ഡേസ് ആണോ അതോ ഇന്ന് ആഘോഷിച്ച ബർത്ത്ഡേ ആണോ ഇഷ്ടപ്പെട്ടതെന്ന്. ഒട്ടും ആലോചിക്കാതെ തന്നെ അവൻ റിപ്ലൈ തന്നു, ഇന്നത്തെ ബർത്ത്ഡേ ആണ് ഇഷ്ടപ്പെട്ടതെന്ന്. ആളുകളും ആരവങ്ങളും ഇല്ലാതെ അച്ഛയും അമ്മയും ചിക്കും മാത്രമുള്ള ഒരു ലോകം. ഹാപ്പി 10th ബർത്ത്ഡേ അതു.